ഒരിക്കൽ ഒരു യുവാവ് പെട്ടെന്ന് വിജയിക്കാനുള്ള തന്ത്രവും മന്ത്രവും തേടി സൂഫിയുടെ സങ്കേതത്തിൽ വന്നു. ഗുരു, എനിക്ക് പെട്ടെന്ന് വിജയിക്കണം. സമയം കൂടുതൽ കളയാൻ എനിക്കാവില്ല. അതിനായി ആയുസ്സധികം വേസ്റ്റ് ആക്കാൻ എനിക്ക് താല്പര്യവുമില്ല. എന്തെങ്കിലും വഴി പറഞ്ഞു തരൂ. ഗുരുവിന് മനസ്സിലായി ഇവന് ഒട്ടും ക്ഷമയില്ലെന്ന്. അതുകൊണ്ടാണ് ഇവൻ വിജയിക്കാത്തതെന്നും. ഗുരു പറഞ്ഞു, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഞാനൊരു കഥ പറഞ്ഞു തരാം, ക്ഷമയോടെ കേൾക്കണം. ഒരിക്കലൊരു രാജാവ് വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്കിടയിൽ രാജാവ് ഒറ്റപ്പെട്ടു. സമയം രാത്രിയായി. പേടിച്ചരണ്ട രാജാവ് കാട്ടിലെ ഒരു കുന്നിൻ മുകളിൽ കയറി ചുറ്റും നോക്കി. വല്ല ഗ്രാമമോ ആൾത്താമസമുള്ള സ്ഥലങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിച്ചു. ഒന്നും കാണാനായില്ല. എന്നാൽ ഒരു വെളിച്ചം കണ്ടു. കുന്നിൽ നിന്നിറങ്ങി രാജാവ് നേരെ ആ വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് നടന്നു. നടന്ന് അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അതൊരു ചെറു കുടിലാണെന്ന്. ആ കുടിലിൽ പ്രായമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജാവിനെ കണ്ട സ്ത്രീ വിചാരിച്ചു ഇത് രാജഭടനാണെന്ന്. ക്ഷീണിച്ചവശനായ രാജാവിൻ്റെ അവസ്ഥ കണ്ട സ്ത്രീ രാജാവിന് നാവിൽ വെള്ളമൂർന്ന ഭക്ഷണം നൽകി. ഭക്ഷണം നല്ല ചൂടുള്ളതായിരുന്നു. വിശപ്പിൻ്റെ കാഠിന്യത്താൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ രാജാവ് ഭക്ഷണത്തിൽ ഒന്നടങ്കം കൈയിട്ടു. ദൗർഭാഗ്യവശാൽ എന്ന് പറയാം, രാജാവിൻ്റെ കൈയിന് പൊള്ളലേറ്റു. അതുമാത്രമല്ല, പാത്രത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണം പുറത്തേക്ക് വീണു. ഇത് കണ്ട വൃദ്ധയായ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളും നമ്മുടെ രാജാവിനെ പോലെ ക്ഷമയില്ലാത്ത ആളാണല്ലോ. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എന്താ നമ്മുടെ രാജാവ് ക്ഷമയുള്ള ആളല്ലേ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നമ്മുടെ രാജാവിൻ്റെ അത്യാഗ്രഹം കാരണം അദ്ദേഹം ആദ്യം വലിയ രാജ്യങ്ങളെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് കാരണം രാജ്യത്തിന് ധാരാളം ഭടന്മാരെ നഷ്ടമാകുന്നുണ്ട്. ഇനി ഞാൻ തന്ന ഭക്ഷണം താങ്കൾ കുറച്ചായി ഒരു ഭാഗത്തിൽ നിന്ന് കഴിച്ചിരുന്നുവെങ്കിൽ കൈ പൊള്ളില്ലായിരുന്നു, പുറത്തേക്ക് പോകില്ലായിരുന്നു. അതുപോലെ ചെറിയ രാജ്യങ്ങളെ കീഴടക്കുകയാണെങ്കിൽ രാജാവിന് അധിക ഭടന്മാരെ നഷ്ടമാവില്ല. മാത്രമല്ല അംഗബലം കൂട്ടുകയും ചെയ്യാം. ഇത് കേട്ട രാജാവിന് തെറ്റു മനസ്സിലായി. ഏത് കാര്യത്തിനും ക്ഷമ അനിവാര്യമാണെന്നും തിടുക്കവും അത്യാഗ്രഹവും നഷ്ടമാണ് ഉണ്ടാക്കുക എന്നും മനസ്സിലായി. സൂഫി ഗുരു കഥ അവസാനിപ്പിച്ചു. ശേഷം പറഞ്ഞു, നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ക്ഷമ ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണെന്ന്? ഇതിൻ്റെ ഒരു ഗുണപാഠമുണ്ട്. ഒരു വിത്തിട്ടാൽ ഉടൻ ഫലം പ്രതീക്ഷിക്കരുത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കരുതലോടെ ക്ഷമയോടെ പരിപാലിക്കണം. വെള്ളമൊഴിക്കണം, വളമിടണം, വേലിയൊരുക്കണം, കളകളെ നീക്കണം. ഒരു പരിപൂർണ വൃക്ഷമായി തീരുന്നത് വരെ നോട്ടവും നിരീക്ഷണവും ഉണ്ടാവണം. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.